എസൽബേൽ എന്ന് പറഞ്ഞതില്ലേ 120 ഫിലിം 8 അതിലധികം എടുക്കുക. കാരണം 12 അത് ബ്ലോപ്പ് ചെയ്യണ്ട വലിയ. അന്ന് ഇത് വന്നിട്ടില്ല, ഡിജിറ്റൽ വന്നിട്ടില്ല. അപ്പോൾ ഇവർ അതിലെടുക്കുക. പിന്നെ അന്ന് വലിയ ഫോട്ടോഗ്രാഫർമാർ ഇവരുടെ ഈ 2 പ്രോസസ്സേഴ്സ് ഉണ്ടായിരുന്നു. അവർ ഒരാൾ ഒരു 80 വയസ്സ്, ഒരാൾ 75 വയസ്സ്. ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് തിങ് ആണ്. നമ്മൾ എത്ര നല്ല ഫോട്ടോ എടുത്താലും പ്രോസസ്സിംഗിൽ പോയി കഴിഞ്ഞാൽ പോയി. ഫിലിം ആവണ വരെ, സിനിമ അങ്ങനെ തന്നെയായിരുന്നു. ഫിലിം ആവണ വരെ അത് റിസ്ക് തന്നെയാണ്. ഇപ്പോഴത്തെ പോലെയല്ല. ഇപ്പൊ ഡിജിറ്റൽ എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞു, അതുണ്ടല്ലോ. അപ്പൊ ഈ ക്യാമറ ഇവരൊക്കെ വന്നിട്ട് അശോക് സെൽവൻ, അങ്ങനെ ഫേമസ് ഫോട്ടോഗ്രാഫർ, റഫീഖ് ഷഹീദ്, ഇവരൊക്കെ വന്നിട്ട് വലിയ മോഡലിനൊക്കെ വെച്ചിട്ടുണ്ടാവും. പക്ഷെ ഇവർക്ക് ഇതിന്റെ റിസൾട്ട് അറിയില്ല. എന്നിട്ട് ഈ മറ്റേ പ്രസവിക്കാൻ ഭാര്യനാക്കി ഭർത്താക്കന്മാർ നടക്കില്ല, അതുപോലെ ഈ ഇതിന്റെ പുറത്തിങ്ങനെ നടക്കും. അത് കിട്ടുന്നവരെ അവർക്കൊരു ടെൻഷനാണ്. അപ്പൊ നമുക്കും അതെ, പണ്ട് ഫിലിമില് ഫോട്ടോ എടുക്കുമ്പോൾ നമുക്കും ആ നെഗറ്റീവ് കാണുന്നവരെ നമുക്ക് അതിന്റെ നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഫിലിമിൽ തന്നെ ഷൂട്ട് ചെയ്തിരുന്നു. പിന്നെ നമ്മുടെ സുനിലേട്ടനുണ്ടല്ലോ, സുനിലേട്ടന്റെ വീട്ടില് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡെവലപ്പിങ്ങും പ്രിന്റിങ്ങും. നമ്മൾ ആദ്യം കാണുന്നത് അവിടെ നിന്നാണ്, പ്രിന്റിങ്. പിന്നെ ആർക്ക് സ്ഥിരമായിട്ട് ഷൂട്ട് ചെയ്തിരുന്നത് പുള്ളിയുടെ മാമിയ ഫിലിം ക്യാമറ ഉണ്ടായിരുന്നു. പിന്നീട് സുനിലേട്ടൻ പിന്നെ അതെന്താ വിട്ടുപോയത്? അല്ല, പിന്നെ അങ്ങനെ അതായത് പിന്നെ സിനിമ അഭിനയം കുറച്ചും കൂടി ഇതായിട്ട് ഞാൻ പിന്നെ ഇവിടെ വന്നിട്ട് ഫോട്ടോഗ്രാഫിയായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വന്നിട്ട് നാടകത്തിന്റെ ഒരു ഇതിൽ പോകുമ്പോൾ ഫോട്ടോഗ്രാഫിയായി ബന്ധപ്പെട്ട് ജോലി നോക്കുമ്പോൾ ഞാൻ ഈ ഫോട്ടോഗ്രാഫി ഗുഡ്സിന്റെ സെയിൽസ് മാനേജറായിരുന്നു. തമിഴ്നാടും കേരളവും. അന്ന് ക്യാമറ ബാഗ് ഒരു കണ്ണൂരിലൊരു കമ്പനി ഫോട്ടോ കെയർ എന്ന് പറഞ്ഞു. പുള്ളി നല്ല ഒരു ജോർജ് മാഷ് ഉണ്ടായിരുന്നു. പുള്ളി ഒരു ക്യാമറ ബാഗ് ഡിസൈൻ ചെയ്തിരുന്നു. അയാൾ കുറച്ചൊരു ഡിസൈനിങ് ഇതുള്ള ക്യാമറ ബാഗ്, പിന്നെ ലെൻസ് ഹുഡ്, ഈ ഫ്ലവർ ലെൻസ് ഹുഡൊക്കെ ആദ്യമായിട്ട്. അപ്പോൾ ഞാൻ കേരളത്തിൽ നിന്ന് ഇവിടുന്ന് ഒരു ട്രിപ്പ് അങ്ങോട്ട് തിരുവനന്തപുരം വരെ, പിന്നെ അങ്ങോട്ട് കാസർഗോഡ് വരെ, പിന്നെ തമിഴ്നാട്, ഇങ്ങനെ കറങ്ങി നടന്ന് എല്ലാ സ്ഥലത്തും കൊണ്ട് ഇവർ കുറെ ഡീലേഴ്സ് ഇപ്പോഴും എന്നെ അറിയും. ഞാൻ വഴിക്ക് പോകുമ്പോഴൊക്കെ അവരെ പോയി കാണാറുണ്ട്. അല്ല സുനിലേട്ടൻ, പക്ഷെ അങ്ങനെയാണെങ്കിൽ ഫോട്ടോഗ്രാഫി പരിപാടികൾ വീണ്ടും തുടങ്ങണം. പിന്നെ ഡിജിറ്റൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ത്രില്ല് പോയല്ലോ. അപ്പൊ നമുക്ക് അതിന്റെ ഒരു നമ്മളിപ്പോഴും അതെ പ്രിന്റ് ചെയ്ത് കാണുന്ന ഒരു സുഖം. അല്ല, മറ്റേത് നമുക്ക് ഭയങ്കര ചിലപ്പോൾ നമുക്ക് ഭയങ്കര നിരാശ തോന്നുന്നു നമ്മൾ വിചാരിച്ചത്. ഇതിപ്പോ ഒരു 10 ഫോട്ടോ എടുത്ത എന്തെങ്കിലും 2 എന്തായാലും അതിന്റെ ഒരു മറ്റു തരത്തിലുള്ള ഒരു ത്രില്ല് പോയി. പിന്നെ ഭയങ്കര ഹാൻഡി എല്ലാവരും ഫോട്ടോഗ്രാഫേഴ്സ്. ഇപ്പൊ എന്റെ അടുത്ത് ഒരു FM2 ഉണ്ട്. ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൂടുതലും മേടിക്കുന്നത്. ഫിലിം എന്റെ FM10 എന്ന് പറഞ്ഞൊരു ഇന്ത്യൻ മാർക്കറ്റിന് വേണ്ടി ഇറക്കിയത്. പിന്നെ ഒരു മിനോൾട്ട എൻ്റെ ഒരു ബന്ധുവിൻ്റെ, അത് 2 ഉപയോഗിച്ചായിരുന്നു മിനോൾട്ട. പക്ഷെ ഇപ്പൊ കുറെ കാലം വരെ ഇപ്പൊ പക്ഷെ ഇപ്പൊ ഇല്ല, ഇപ്പൊ ആരും പ്രോസസ് ചെയ്യുന്നില്ലല്ലോ. പ്രോസസ് ചെയ്യുന്നുണ്ട്. എവിടെ ഉണ്ട്? നമ്മുടെ ഫിലിം എവിടെ കിട്ടിയേനെ? ഫിലിം കിട്ടും, വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുണ്ടല്ലോ, അങ്ങനത്തെ ആളുകൾ. ഇൽഫോർഡിന്റെയും കൊഡാക്കിന്റെ ഫിലിമുകളുണ്ട്. ഇൽഫോർഡിന്റെ പേപ്പർ ഉണ്ട്. ഇൽഫോർഡിന്റെ ഫിലിം ഉണ്ട്. ഫിലിം ഉണ്ട്. 120 ഉണ്ട്. 120 ഉണ്ട്. ഇതുണ്ട് 35mm ഉണ്ട്. അത് കിട്ടുന്നുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട്, കളറും ഉണ്ട്. ഇൽഫോർഡ് ഫിലിം ഇൽഫോർഡ് പേപ്പർ ഉപയോഗിച്ചത്. ഇപ്പൊ ഒരു ഫിലിമും ഉണ്ട്. അത് നേരത്തെ ഉള്ളതായിരിക്കും. പക്ഷെ എന്താ വെച്ചാൽ പണ്ട് നമ്മളൊരു 150-200 രൂപയ്ക്ക് ഫിലിം കിട്ടുന്ന ഒരു 1200 രൂപ ഉണ്ടെന്ന് റോള് ഫിലിമിന്. അവര് എന്തായാലും അൾട്ടിമേറ്റ്ലി ഡിജിറ്റലൈസ് ചെയ്യണ്ടേ? പ്രശ്നം എന്നറിയോ, നമുക്ക് ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് പോളണ്ടിൽ പഠിക്കാൻ പോയിട്ടുണ്ട് ഫോട്ടോഗ്രാഫി തന്നെ. അവിടെ 80% ആൾക്കാരും ഇപ്പോഴും ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അവര് VCR ഉപയോഗിക്കും, കൊറിയയിലൊക്കെ ഞാൻ പോയിരുന്നു. അവര് ഇപ്പോഴും ടൈപ്പ് റെക്കോർഡൊക്കെ ഉപയോഗിക്കും. അതിന്റെ ഒരു ട്യൂണിങ് വ്യത്യാസം ഉണ്ടാവും. ഞാൻ ഒരു പ്രാവശ്യം ട്രാവൽ ചെയ്ത സമയത്ത് കുറെ ഡിസ്കുകൾ മേടിച്ചുകൊണ്ടിരുന്നു. ഞാനിപ്പോഴും ടൈപ്പ് റെക്കോർഡ് ഉപയോഗിക്കും. 2-3 ടൈപ്പ് റെക്കോർഡ് കാസറ്റ്. ജെബിന്റെ അടുത്ത് അത്യാവശ്യം കളക്ഷൻ ഉണ്ട്. ജെബിന്റെ നല്ല കളക്ഷൻ ഉണ്ട്, കാസറ്റിന്റെ കളക്ഷൻ. അപ്പൊ ഇത് ഈ പറയുന്ന സംഗതികൾ ഉപയോഗിക്കും. ഇപ്പൊ നമ്മുടെ പിഷാരുടെ ഉണ്ടല്ലോ, അവന്റെ അടുത്തുണ്ട് കുറെ കാസറ്റുകൾ. കാസറ്റ് എനിക്ക് ഇപ്പോഴും. അപ്പൊ ഞാൻ ഒരാള് ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ജോസ്, ഞാനിങ്ങനെ കാസറ്റ് നീ വാദം പറഞ്ഞിട്ട് ഞാൻ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അറിയോ, നിങ്ങൾക്ക് അറിയുണ്ടാവും, പോസ്റ്റ് ഓഫീസ് റോട്ടില് സജ്ജി എന്ന് പറഞ്ഞിട്ട് പുള്ളി വാൾവ് റേഡിയോ മാത്രം സ്പെഷ്യലൈസ് ചെയ്യും. അപ്പൊ അയാളോട് ചോദിക്കുമ്പോൾ വാൾവ് റേഡിയോന്റെ ഒരു വലിയൊരു മതം പോലെയാണ്. അവർക്ക് വാൾവ് റേഡിയോ കേൾക്കുള്ളൂ, വേറെ ഒന്നും കേൾക്കില്ല. അവര് വാൾവ് ടെക്നോളജിയിലുള്ള അത് അയാൾ കേൾപ്പിച്ചു. ഭയങ്കര ക്ലാരിറ്റി, വേറെ തരത്തിലുള്ള വേറെ ലെവലാണ് അതിന്റെ സംഭവം. എറണാകുളത്ത് ഒരു കഫേ ഒരു ഇതുണ്ട്, അവരുടെ അടുത്ത് ഡിസ്കുകളും കാസറ്റുകളും ഉണ്ട്. അവിടെ വെച്ച് പ്ലേ ചെയ്ത് ഞാൻ ഒരാൾ കുറെ ടൈപ്പ് റെക്കോർഡ് ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിരിക്കണ കണ്ടു. അയാൾ കൊടുക്കും ചെയ്യും. എറണാകുളത്ത് തന്നെ പയ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു നമ്പർ ഞാൻ അയച്ചു. അറിയാം. എനിക്ക് എന്റെ അടുത്ത് അതിന്റെ കളക്ഷൻ എന്റെ ഒരു ഫ്രണ്ട് എനിക്ക് അയച്ചു തന്നിട്ട് പിന്നെ ഞാൻ ഫോളോ അപ്പ് ചെയ്തിരുന്നു. അല്ല ഇങ്ങനത്തെ. പിന്നെ ഞാൻ മറ്റേ ഫിലിം ഉണ്ടല്ലോ, നമ്മുടെ സിനിമയുടെ ഫിലിം എന്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. 2-3 സ്പൂളുണ്ട്. പ്രൊജക്ടറിൽ സിനിമ കാണുന്ന ഒരുത്തനുണ്ട് നമ്മുടെ പറവൂര് ഭാഗത്ത്. അതെന്താ വെച്ചാൽ പഴയ തിയേറ്ററിൽ നിന്ന് പ്രൊജക്ടർ എടുത്ത് സർവീസ് ചെയ്ത് വീടിന്റെ മുകളിൽ കൊണ്ടുപോയി
ബ്ലാക്ക് ഇതൊക്കെ അടിച്ച് സ്ക്രീനൊക്കെ അടിച്ചിട്ട് ഇപ്പോഴും ഫിലിമിൽ കാണുന്ന ആൾക്കാർ. പഴയ പ്രിന്റ് അല്ലേ കിട്ടില്ല? പഴയ പ്രിന്റ് മറ്റേ ഇംഗ്ലീഷ് സിനിമയിലുണ്ട്, മലയാളം സിനിമയുടെ പഴയതുണ്ട്. ഇതെന്താ പറയുക, ഒരു സമയത്ത് ഇതെല്ലാം കത്തിച്ചു കളഞ്ഞു. ഇതൊന്നും ആവശ്യമില്ലാത്ത സമയമായപ്പോ ഞാനിത് കളക്ട് ചെയ്ത് വെച്ച് 1-2 സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചതാ, ഒരു രസത്തിന് മാത്രം. പക്ഷെ അത് ഇപ്പൊ ഇനി അതൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. ഈ കുന്നംകുളത്ത് തിയേറ്ററിൽ അടുത്ത കാലം വരെ ഫിലിമിൽ അവർ പ്രൊജക്ടർ ഓപ്പറേറ്റ് ചെയ്ത് ഇപ്പൊ നിർത്തിയെന്നാണ്. പക്ഷെ ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്ന പടങ്ങൾ ഇപ്പോഴും ഉണ്ട് ഫിലിമില്. പക്ഷെ അൾട്ടിമേറ്റ്ലി പ്രൊജക്ട് ചെയ്യണമെങ്കിൽ ഡിജിറ്റലാക്കും. പക്ഷെ പ്രൊജക്ടേഴ്സിൽ ഇനി അങ്ങനത്തെ പ്രൊജക്ടർ വരില്ലല്ലോ. പ്രൊജക്ടർ ഇനി വരില്ല. പക്ഷെ ഉള്ള സാധനങ്ങള് കീപ്പ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ്. തിയേറ്റർ ഉണ്ട്. അല്ല, അങ്ങനത്തെ സിനിമകൾ കാണുന്ന ഒരു തരത്തിലേക്ക് മാറും. അതെ നമ്മള് ഇത് ഭയങ്കര ഇതായില്ലേ, ഇത് ഭയങ്കര ഡിജിറ്റലൈസേഷൻ, അത് ഭയങ്കര ക്ലാരിറ്റി ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ടൈപ്പ് റെക്കോർഡിൽ കേൾക്കുമ്പോൾ അതിന്റെ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ ഒരു ഭയങ്കര പിന്നെ അത് എൻഗേജ്ഡ് ആണ്. ഇത് നമ്മളിപ്പോ ഇതിലാച്ച ഒരു ഇട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ പാട്ട് പാടിക്കോളൂ, അല്ലെങ്കിൽ രാത്രി വരെ 24 മണിക്കൂർ. ഇതങ്ങനല്ലേ, അരമണിക്കൂർ മുമ്പ് നമ്മളെ എടുത്ത് മാറ്റി വെക്കണം, അല്ലെങ്കിൽ ഉള്ളിൽ. അതെ, നമ്മൾ പണ്ട് ടൈപ്പ് റെക്കോർഡ് നമുക്കറിയാലോ, ഫോർവേഡ് ചെയ്ത് ഇത്ര സമയം കഴിയുമ്പോൾ അടുത്ത പാട്ട് എത്തും നമുക്കറിയാലോ. ആ ടൈമിംഗ് ഒക്കെ ഭയങ്കര കറക്റ്റ് ആയിരുന്നു. പേനിട്ട് കറക്കുന്നത് അതൊക്കെ രസം തന്നെ. അല്ല, ഞാനിത് സുനിലേട്ട് ഇങ്ങനെ പറഞ്ഞപ്പോ ഒരു അതിശയം തോന്നിയിട്ടാ. കാരണം ഈ ക്യാമറയുടെ പരിപാടികൾ ഞാൻ കുറെ ഡീപ്പായിട്ട് പോയിട്ടുണ്ട്, അതിനെപ്പറ്റി വായിക്കും. NCP എന്ന് പറഞ്ഞിട്ട് ബോംബെയിലെ ഒരു ഹാളുണ്ട്. അവിടെ എല്ലാ എക്സിബിഷൻ ബാക്ക് ടു ബാക്ക് എക്സിബിഷൻ വരും. അവിടെ ഒരു എക്സിബിഷൻ കിട്ടാൻ ഫോട്ടോഗ്രാഫിയുടെ മാത്രമായിട്ട് പിരമൾ ഹാൾ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ സ്പേസ് ഉണ്ട്. അപ്പോൾ ലോകോത്തര ഫോട്ടോഗ്രാഫർമാരും ലോക്കൽ വരും, ഒരു മിനിമം രസമുള്ളൊരു തന്നെ. അപ്പോൾ നമ്മളെപ്പോഴും അവിടെ പോവും. അവിടെ പോയിട്ട് ഇത് കാണും. അപ്പോൾ ഒരുപാട് വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെല്ലാവരുടെ ഞാൻ പറഞ്ഞില്ലേ, വളരെ ഫേമസ് ആയിട്ട് അന്നത്തെ കാലത്ത് അശോക് സാലി, അവരൊക്കെ ഇപ്പോഴും ഉണ്ട്. സുരേഷ് നടരാജൻ മലയാളിയാണ്, പാലക്കാട്. അയാൾ ഭയങ്കരമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത, ഞാൻ 10-20 കൊല്ലം മുമ്പത്തെ കാര്യം പറയണത്. അവിടുത്തെ ഒരു ഫോട്ടോഗ്രാഫറാണ്. കുറെ ആൾക്കാണ്ട് റിഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഒരു പോഡ്കാസ്റ്റ് ഇന്റർവ്യൂവിനകത്ത് ഇവരെല്ലാരും കൂടെ ഒരു റൗണ്ട് ടേബിൾ മിസ്റ്റർ ബേഡി അടിച്ചു നോക്കിയാൽ മതി. മിസ്റ്റർ ബേഡി ഭയങ്കര രസമുള്ള ഫോട്ടോസ്. അയാൾ ഒരു കല കൊണ്ടുവന്നതാണ് പണ്ട്. ഇങ്ങനെ ഇൻഡസ്ട്രിയൽ ഫോട്ടോഗ്രാഫി എന്നുള്ള അത് തന്നെ അയാൾ കൊണ്ടുവന്നത്. അയാൾ ഉണ്ട് സാധനം, പക്ഷെ അയാൾ ഭയങ്കര പ്രൊഫഷണലായിട്ട് അതിന് പോയിട്ടും. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അരലേക്ക് എന്നുണ്ട്, ട്രിവാൻഡ്രംകാരനാണ്, NID-യിലൊക്കെ പഠിച്ചത്. പുള്ളി ക്യാമറ സ്വന്തമായിട്ട് ഉണ്ടാക്കും. അത് മറ്റേ വാജീശ്വരി അറിയില്ലേ, മറ്റേ അത് മറ്റേ ഫിലിം ബോക്സ് ക്യാമറ. ഇത് നമ്മുടെ 35mm ഫിലിമിൽ തന്നെ പുള്ളി ഉണ്ടാക്കിയുള്ള ക്യാമറ, മറ്റേ പനോരമിക് വ്യൂഷൻ കിട്ടുന്ന ലെൻസിങ്ങും പരിപാടികളൊക്കെ വെച്ചിട്ടുള്ള ഒരു ക്യാമറ പുള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. അയാൾ ഇപ്പോഴും ഉപയോഗിക്കുന്നത് മാമിയുടെ സ്ലൈഡും ക്യാമറയും എല്ലാം ടെക്നോളജി ഡെവലപ്പ് ചെയ്യും, പ്രിന്റ് ചെയ്യും, എല്ലാം ചെയ്യും. അയാളുടെ ഹോബിക്ക് വേണ്ടിയിട്ട് അയാൾ പക്ഷേ ഇൻഡസ്ട്രിയൽ ഫോട്ടോഗ്രാഫറാണ്. അയാളാണ് ആപ്പിളിന് വേണ്ടി ഷൂട്ട് ചെയ്ത്. ഇതിലെ ഫിലിമിലെ ഷൂട്ട് ചെയ്ത് അത് പക്ഷേ ഡിജിറ്റലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ ക്യാമറ എന്താ വെച്ചാൽ ഫിലിം ക്യാമറ പഴയ ഇതുണ്ടല്ലോ, മാമിയുടെ തന്നെ ബാക്ക് പുള്ളി ഉപയോഗിക്കുന്നത് ഫേസ് കൊണ്ട് ഡിജിറ്റൽ ബാക്ക് ഉപയോഗിക്കും. അല്ലാത്ത സമയത്ത് ഫിലിമിലേക്ക് കൺവേർട്ട് ചെയ്തു. മലയാളി ക്യാമറ ഉണ്ടാക്കും. അതിന്റെ ഡീറ്റെയിൽസ് ബ്രാൻഡ് അലേക്ക് എന്നാണ് പുള്ളിയുടെ പേര്. ബ്രാൻഡിന്റെ അസംബ്ലി ചെയ്യും. അതെന്താ വെച്ചാൽ അസംബ്ലി സാധനങ്ങൾ ചിലത് പുള്ളി മോൾഡ് ചെയ്തിട്ട് ഉണ്ടാക്കും മെറ്റീരിയൽ വെച്ചിട്ട്. ഇപ്പൊ 3D പ്രിന്റിംഗ് ഒക്കെ നമുക്ക് കുറച്ചും കൂടി ഈസിലി അവൈലബിൾ ആയതുകൊണ്ട് 3D പ്രിന്റ് ചെയ്തിട്ട് അത്തരത്തില് പരിപാടികളുണ്ട്. പക്ഷെ അതെന്ന് വെച്ചാൽ നേരത്തെ പ്രീ ബുക്ക് ചെയ്തിട്ട് കൊടുത്താൽ ചെയ്യുന്നത്. തൃശ്ശൂർ ഒരു ഫോട്ടോഗ്രാഫി മ്യൂസിയം ഉണ്ട്, അറിയോ? ഒരു പിടിയില്ല കേട്ടോ. കോടാലി PG ഉണ്ണികൃഷ്ണൻ ഡോക്ടറാണ്. ഡോക്ടറാണ് പുള്ളി. ബട്ടർഫ്ലൈ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ടായിരുന്നു. അവര് ഫോട്ടോഗ്രാഫേഴ്സിന്റെ ഒരു എന്താ പറയാ ഒരു കൂട്ടായ്മയായിരുന്നു. അപ്പോൾ അവര് വർക്ക്ഷോപ്പൊക്കെ നടത്തിയിരുന്നു കുറേ മുമ്പ്. അപ്പോൾ ഫോട്ടോഗ്രാഫി അതിൻ്റെ പുള്ളി ഒരു മ്യൂസിയം ഉണ്ട്. പുള്ളിക്ക് ഒരു മ്യൂസിയം ഓഫ് ലവ് കണ്ടിട്ടില്ല. എറണാകുളത്തേക്ക് പോകുമ്പോൾ ഒരു സ്ഥലം ലെഫ്റ്റ് സൈഡിൽ പോകുമ്പോൾ നോക്കിയാൽ മതി, കൊടവരെ കഴിഞ്ഞിട്ട്. മ്യൂസിയം ഓഫ് ലവ് റോഡ് സൈഡിൽ തന്നെ. അത് അവര് ലവ് സംബന്ധിച്ച്, സ്നേഹം സംബന്ധിച്ച പല സ്ഥലത്തുനിന്നുള്ള കളക്ഷനൊക്കെ ആയിരുന്നു. പക്ഷെ ഒരു മ്യൂസിയം ഉണ്ട് ആളുടെ ഇവിടെ കൊടവരെ പോകുമ്പോൾ. അത് തൃശ്ശൂർ ടൗണിൽ നിന്ന് വിട്ടിട്ട് ഫോട്ടോഗ്രാഫിയുടെ ചരിത്രമൊക്കെ